മറ്റൊരു വാർത്ത, ആദിവാസി വിദ്യാർത്ഥിക്ക് പോലീസ് മർദ്ദനമെന്ന പരാതി. കുന്ദമംഗലം പോലീസിനെതിരെയാണ് പരാതിയുള്ളത്. ഞാൻ ഒരു മാസമായിട്ട് അവിടെ മാമൻ്റെ അടുത്തായിരുന്നു താമസം. അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ 20-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ മാമൻ എന്നോട് എന്താ വഴി ചെന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ചെമ്മേൻ്റെ അടുത്ത് പോയതുകൊണ്ട് വഴി ചെന്നതെന്ന് പറഞ്ഞു. മാമന് പൂസമായിരുന്നു. മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി, അടിച്ച്. അല്ല, അമ്മായി പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് വന്ന് കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ഇവിടെ മുറിയുണ്ട്, പിന്നെ തലയ്ക്ക് നീരുണ്ട്, മുഴച്ചിട്ടുണ്ട്, വേദന ഇവിടെ മുറി പറ്റിയിട്ടുണ്ട്. ഇവിടെ അവരടിച്ചത് നിലത്ത് കൂടെ തന്നെ ഇഴച്ചുണ്ടായി. പിന്നെ നെറ്റ് ഒരു മട്ടലും കൊണ്ട് ഇവിടെ കൈക്കിട്ട് അടിച്ച്. പിന്നെ കാലുമുട്ട് പൊട്ടിയിട്ടുണ്ട്, പിന്നെ തലയ്ക്ക് മുഴയുണ്ട്. എത്ര പോലീസുകാരുണ്ടായിരുന്നു? 3 പോലീസുകാർ. എല്ലാവരും തല്ലിയാതോ? ആ, 3 പേരും പിടിച്ചിട്ടല്ലേ. എന്ത് പറഞ്ഞാൽ തല്ലുന്ന തെറി വിളിച്ചിട്ട് തല്ല. റിയാസ് കൈമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. റിയാസ്, എന്തായിരുന്നു പ്രശ്നം? വിദ്യാർത്ഥിക്ക് പോലീസ് മർദ്ദനമേക്കാനുള്ള കാരണം എന്താണ്? ഫിജി കക്കാടംപൊയിൽ, അതായത് കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള കക്കാടംപൊയിലിലെ ആദിവാസി കോളനിയിലുള്ള വിദ്യാർത്ഥിനിയാണ് പോലീസിന്റെ മർദ്ദനത്തിനിരയായതായി പരാതിയിൽ പറയുന്നത്. 9ാം ക്ലാസ്സുകാരനാണ് ഈ വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി കട്ടാങ്ങൽ RICക്ക് സമീപം അമ്മാവന്റെ വീട്ടിൽ നിന്ന് താമസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. കാരണം അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി, 9ാം ക്ലാസ്സുകാരനായ ഈ വിദ്യാർത്ഥി അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 20ാം തീയതിയാണ് ഈ ആരോപണത്തിനാസ്പദമായ അല്ലെങ്കിൽ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് വൈകിട്ട് ഈ കുട്ടി വേറെ വൈകി വീട്ടിലെത്തുന്നു. അപ്പോൾ അമ്മാവൻ സ്വാഭാവികമായും ഈ കുട്ടിയോട് വൈകിയതിന്റെ കാരണം ചോദിക്കുന്നു. അപ്പോൾ ഈ കുട്ടി അമ്മാവനോട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ വീട്ടിൽ പോയതുകൊണ്ടാണ് വൈകിയത് എന്ന് പറയുന്നു. എന്നാൽ അമ്മാവൻ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നത്. അത് കേട്ട അമ്മാവൻ തന്നെ മർദ്ദിച്ചു. അപ്പോൾ തിരിച്ച് അമ്മാവനുമായി വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അമ്മായി പോലീസിനെ വിളിച്ചു. കുന്ദമംഗലം പോലീസിനെയാണ് വിളിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി. അവിടെ എത്തിയ പോലീസുകാർ തന്നോട് ആദ്യം തന്നെ തെറി പറയുകയും പിന്നീട് തന്നെ ആക്രമിക്കുകയാണ് ചെയ്തത്, മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഈ വിദ്യാർത്ഥിയുടെ തലയ്ക്കും ഷോൾഡറിനുമെല്ലാം തന്നെ പരിക്കുണ്ട്, കാലിനും എല്ലാം തന്നെ പരിക്കുണ്ട്. ഈ വിദ്യാർത്ഥിയെ മുക്കത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ചാത്തമംഗലം പഞ്ചായത്തിലെ കട്ടാങ്ങലാണ് അമ്മാവന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കുന്ദമംഗലം പോലീസ് ഇതേക്കുറിച്ച് പറയുന്നത് അന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് വിശദീകരിക്കുന്നത്. ഒപ്പം പോലീസ് പറയുന്നത് അന്നേ ദിവസം അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥിയുടെ പിതാവ് ചൈൽഡ് ലൈനെ പരാതിയുമായി സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഇവർ ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഫിജി. ശരി റിയാസ്, കുന്ദമംഗലം പോലീസിനെതിരെ പരാതി. ആദിവാസി വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന